السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. الله لا إله إلا هو الحي القيوم. ആയത്തുൽ കുർസിയുടെ ആരംഭം അതാണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിൽ അള്ളാഹു ഈ മഅബൂദിനെ അറിയേണ്ട വിധം അറിയാതിരുന്നാൽ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മർമ്മത്തിൽ കൊള്ളുകയില്ല എന്നതാണ് സത്യം. നമ്മളിപ്പോ ഒരാൾക്ക് ഫോൺ ചെയ്യുകയാണെങ്കിൽ ആ തൽപ്പത്തുള്ള ആരാ നമ്മൾ അറിയണ്ടേ, എന്നാലല്ലേ സംസാരത്തിന് ഒരു ലെവലുണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ ഫോൺ ചെയ്യാണ്, അവിടെ ഉള്ള ആരാന്നും അറിയില്ല, എന്താ സംസാരത്തിന് അർത്ഥമുള്ളത്? അപ്പുറത്ത് എടുത്ത ആരാന്ന് അറിയണ്ടേ? നിസ്കാരം എന്നുള്ള റബ്ബിനോട് സംസാരിക്കണം, മഅബൂദ് ആരാന്ന് അറിയണ്ടേ? ആ പരിചയപ്പെടുത്തലാണ് ആയത്തിൽ കുറിച്ച്. നീ ആരോടാണോ സംസാരിക്കുന്നത്, ആർക്കാണോ സുജൂദ് ചെയ്യുന്നത്, ആർക്കാണോ നോമ്പോക്കുന്നത്, ആ റബ്ബിനെ അള്ളാഹു പറഞ്ഞുതരാം. നമ്മള് വലിയ ആളുകളോട് സംസാരിക്കുമ്പോ ലോക്കലായിട്ട് ആളെ കരുതാൻ പറ്റും. ഞാനിപ്പോ പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് വിളിക്കുകയാണ്, അപ്പൊ ഞാൻ അയാൾ ആ ഏരിയയിൽ ഒരു അരിശ കയറ്റണ അല്ലെങ്കിൽ കുപ്പി വെറുതെ കിടക്കുന്ന ഒരാളാന്ന് കരുതി സംസാരിച്ച എങ്ങനെ ഉണ്ടാവും? നിങ്ങളല്ല, നമ്മളൊക്കെ പലപ്പോഴുള്ള സുജൂദും പരിപാടികളൊക്കെ എങ്ങനെയാണ്? തറാവിന്റെ ഒക്കെ അവസ്ഥ എന്തിച്ചോക്കാണ്, എടുത്തിടല്ലേ എണ്ണം കൊണ്ട്. അല്ലാ ഇങ്ങനെ കൈ വരുത്തല് അള്ളാന്ന് പറയുമ്പോ സുന്നത്തൊന്നല്ല. പക്ഷെ ചില ആൾക്കാർ അറബികളടക്കം വലിയ വലിയ ആളുകൾ ഇങ്ങനെ വരുത്താനുണ്ട്. അങ്ങനെ അതൊരു വികാര പ്രകടനമാണ്. അത്തിപുരുസ്ത ഇങ്ങനെ അള്ളാന്ന് പറയുമ്പോ ഇങ്ങനെ ഉണ്ട്. അത് കിതാബിലൊന്നുമില്ല. അള്ളാഹ് പറയുമ്പോ കൈ വന്തിക്കണമെന്ന് കിതാബിലില്ല. അത് കേട്ടാണ്ട് പൊന്തിയാണ്. എന്താ ചെയ്യാ? ചിലതൊക്കെ അങ്ങനെ ഉണ്ടാവും. വികാര പ്രകടനത്തിന് നമ്മൾ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു റഹ്മാൻ 55 വാക്യങ്ങളാണ്. അതിങ്ങനെ സൂറത്തു റഹ്മാൻ ഇങ്ങനെ ഓതി പൂർത്തിയാക്കിയപ്പോ സാസിൽ ഒരു വികാരമില്ല. എല്ലാരും കേട്ട് സക്കത്തൂന്ന ഹദീസിലല്ലേ മുഴുവൻ ഉണ്ടാതെ കേട്ടു. മുത്തനബി പറഞ്ഞു, ഞാൻ അത് ജിന്നാളുടെ ഇടയിൽ ഓതി കൊടുത്തപ്പോ ഓല് ഭയങ്കര വികാരപ്രകണ്ടായി. നിങ്ങളെന്താ ഒന്നുമില്ലാതെ ഇങ്ങനെ ഇരിക്കണമെന്ന് വെച്ചു. ഞാനിങ്ങനെ ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാന്ന് അവരോട് ഇങ്ങനെ ഓതുമ്പോ ലാ ബിശൈഇൻ മിൻ നിഅമിക യാ റബ്ബ് നുകദ്ദിബ് ലക്കൽ ഹംദ്, ഇത് ജിന്നോള് പറഞ്ഞിരുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാന്ന് കേൾക്കുമ്പോഴേ ഏത് യുക്തിവാദിയുടെയും മനസ്സിൽ ചില സമയത്ത് അറിയാതെ വിളിച്ചു അല്ലാ. ഞാൻ വലിയൊരു യുക്തിവാദിന്റെ പ്രസംഗം കേട്ടു. ഒരു ഇലക്ഷൻ സമയത്താണ്. ഇലക്ഷൻ സമയത്ത് കേട്ടല്ല, പിന്നീട് ഒരാൾ അയച്ചെന്നപ്പോ കേട്ടതാ. അപ്പൊ അയാളിങ്ങനെ പറയണ, അയാളാ ദൈവനിഷേധിയാണ്. അയാൾ പറയാണ്, നിങ്ങൾ എന്ത് കളവുണ്ടാക്കി പ്രചരിപ്പിച്ചാലും അതൊന്നും വിലപ്പോവില്ല. കാരണം എല്ലാം അറിയുന്ന ഒരാള്, അതിൽ സാധാരണ ഒരു പത്രക്കാരൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ അങ്ങനെ ഒരാളെ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ കയ്യെത്തി. അറിയാതെ പോയതാണ്. എല്ലാം അറിയണ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് മേൽക്ക് കൈ അറിയാതെ പോയതാണ്. അത് ഫിത്രത്താണ്, മനുഷ്യന്റെ ഒരു ഫിത്രത്ത ഉണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയും പോലെ ആടിയുലയുന്ന കപ്പല് മരണം നേരെ മുന്നിൽ കാണുകയാണ്. ആ സമയത്ത് ആ കപ്പലിന്റെ ഉള്ളിൽ ഒരു യുക്തിവാദി ഉണ്ടാവില്ല. ഒക്കെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഫിത്രത്തിൽ നിന്ന് തോണ്ടിയെടുത്തിട്ട് പറയും, ദൈവമേ അല്ലാ 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 ഇങ്ങനെ പറയും. അറിയാതെ പറഞ്ഞു. ഫ്ലൈറ്റിൽ നിന്ന് മേഘക്കൂട്ടത്തിൽ കുടുങ്ങിയിട്ടൊന്ന് ആടിയാല് പിന്നെ ഒറ്റ യുക്തിവാദി അതിലുണ്ടാവില്ല. വീഴാന്ന് ഉറപ്പായാലും ഒക്കെ വിളിക്കും, ഒറ്റ യുക്തിവാദി ഉണ്ടാവില്ല. മനുഷ്യന്റെ അടിസ്ഥാന പ്രകാശമാണ് അല്ലാ എന്നുള്ള ദാഹം. തച്ചമർത്തിയിട്ട് കാര്യമില്ല, അമരൂല. അത് ഒരിക്കലും അമരൂല. ഇനി വേറെ ഒരുപാട് ദൈവങ്ങളെ കൂട്ടിയാലും കുടുങ്ങിയ സമയത്ത് തന്നെ ഇപ്പൊ ഓട്ടോറിക്ഷന്റെ ബാക്കിലൊക്കെ എഴുതിച്ചിട്ടുണ്ട് ദൈവമേ കാക്കണേന്ന്. ഏതാണ് ആ ദൈവം? കുറെ സാധനങ്ങളൊക്കെ കൂടി താങ്ങിയിട്ടൊരിക്കല് എന്റെ വീട്ടിലൊരാൾ വന്നു, കുറെ സാധനങ്ങളൊക്കെ താങ്ങിയിട്ട്, വിൽക്കാനുള്ള സാധനങ്ങളാണ്. അപ്പൊ അതിങ്ങനെ ഇറക്കിച്ചപ്പോ കൊളത്ത് ദൈവമേ ഞാൻ ചോദിച്ചപ്പോ വിളിച്ച ദൈവം ഏതാന്ന് ചോദിച്ചാൽ, നിങ്ങളാ വിളിച്ച ദൈവം ഏതാന്ന് വെച്ചു. അത് ഏതാവും അപ്പൊ ആ ദൈവം? അപ്പൊ അടുത്തെവിടെയുള്ള സാധനങ്ങളെല്ലാം ഉറപ്പാണ്. അടുത്തെവിടെയും കൊണ്ടുവച്ച ഒരു സാധനങ്ങളെല്ലാം ഉറപ്പാണ്. അതിനിപ്പോ ഇങ്ങനെ വിളിക്കണോ? അവിടേക്കാണ് എത്തേണ്ടത്. അതാണ് ആയത്തുൽ കുർസി പറയുന്നത്. അല്ലാഹ്
അല്ലാഹു ലാ ഇലാഹ. എന്താണത്? ഇത് മയന അറിഞ്ഞിട്ട് വേണം ഇനി ഓതാൻ കേട്ടോ. അള്ളാന്ന് വിളിക്കുമ്പോൾ തന്നെ പ്രകമ്പനം അങ്ങനെ വരുന്നത്. അത് പ്രകമ്പനത്തിന്റെ ഇസ്മ. കാരണം അള്ളാന്നുള്ളതിൽ എല്ലാം ഉണ്ട്. അള്ളാന്നുള്ളതിൽ റബ്ബിന്റെ എല്ലാ ഇസ്മുകളുടെയും ജംഗ്ഷനാണ് അള്ളാഹ്. അതിന്റെ സംഗമ വേദിയാണ് അള്ളാഹ്. ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആ വസുണ്ട് ഈ വസ് എല്ലാം കൂടി വന്ന് കൂടുന്ന സ്ഥലമാണ്. റഹ്മാൻ, റഹീം, അലീം, സമീ, ജബ്ബാർ, ഖഹാർ, സത്താർ, വഹാബ്, റഊഫ്, റാസിഖ് എല്ലാത്തിലുണ്ട് അള്ളാഹ്. അതുകൊണ്ടാണ് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇതങ്ങോട്ട് കേട്ടാൽ മുഅ്മിനീങ്ങൾക്കുള്ള 5 ഗുണങ്ങളാണ് പറയുന്നത്. അല്ലാഹു അതൊക്കെ നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കമലാസുരിയ ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ട് വന്ന് ആ ഷാത്ത് ചെല്ലുന്ന സമയത്തുള്ള ഒരു വികാരം അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ കേട്ടാണ്. അള്ളാന്ന് കണ്ട് പറഞ്ഞപ്പോ അവര് പറയാ, സാഹിത്യകാരിയല്ലേ, വലിയ സാഹിത്യത്തിന്റെ പൂക്കുലയിൽ ജീവിച്ച ആളല്ലേ. അവര് പറയാണ്, എന്റെ മനസ്സിലോ എന്റെ നാവിലോ എന്റെ പേനയിലോ അന്ന് വരെ അങ്ങനെ ഒരു ശബ്ദം വന്നിട്ടില്ല. അതിങ്ങനെ വിളിച്ചപ്പോ ഞാൻ ആകെ ഒരു സായൂജ്യ ലോകത്തേക്ക് ഉയർന്നു. ആ തരിപ്പിലാണ് ഇപ്പോഴും ഇരിക്കണമെന്ന് അവർ പറഞ്ഞു. ഏത് പുതിയതായിട്ട് ഇസ്ലാമിക്ക് വരുന്ന ആൾ കേട്ടോ, പാരമ്പര്യമായിട്ടുള്ള നമ്മക്കോ പുതിയതായിട്ട് ഇസ്ലാമൊക്കെ അള്ളാനെ തിരിഞ്ഞ് വന്ന ഒരാളെ അനുഭവമാണ് പറഞ്ഞത്. പക്ഷെ പാരമ്പര്യമായിട്ട് ഇസ്ലാം കൊണ്ടു നടക്കണേ നമുക്ക് ഈ വിളി എത്ര കാലമായി തുടങ്ങിയിട്ട് ഒരു വികാരം തരിപ്പും കയറിക്കണം. ഒന്ന് വരെ അലിയാര് വാങ്കാണ്ട് കേട്ട മുഖത്തിന്റെ കളറ് ചിലപ്പോൾ മാറുന്നതാണ്. അപ്പൊ ചോദിച്ചു, എന്തെങ്കിലും വാങ്ക് വെക്കുമ്പോ അങ്ങനെ ഒരു ആരെ പേരാണാ പറയണെന്ന് വെച്ചു. അള്ളാഹു അക്ബർ ആരെയാണാ പറയണ, ആരെ മുമ്പ് നിൽക്കാനപ്പ നമ്മള് പോണെന്ന് വെച്ചു. യാ അല്ലാ പഴയ കാലത്ത് ഇതൊക്കെ വിളംബരം ചെയ്യുന്ന ഒരു കുറെ പാട്ടുകൾ ഉണ്ടായിരുന്നു, പൊക്കെ എടുത്തുപോയി. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഇതിനാണ് ദുനിയാവ് ട്ടോ, ഇതിനാണ് ദുനിയാവ്. ഈ ഒറ്റ വാക്യത്തിന്റെ പൊരുളിന് വേണ്ടിയിട്ടാണ് ഭൂമി, ആകാശം, സൂര്യൻ എല്ലാത്തിനു വേണ്ടിയിട്ടാണ്. മറ്റുള്ളവർക്ക് അതിലേക്ക് ചെന്ന് ചേർക്കുന്ന വസീലകളാണ്. ഇതില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇതാണ് അടിസ്ഥാനം, ഇതാണ് ആധാരം. ആധാരം കയ്യിലില്ലാതെ കുടുങ്ങൂലേ? ആധാരമില്ലാതെ പോയാല് ഒരാളെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ട്. ഓഫീസ് പോകുമ്പോൾ പൈസ ഉണ്ട്, കാറുണ്ട്, കെട്ടിയോളുണ്ട്, കുട്ടികളുണ്ട്, അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ ഉള്ള. പക്ഷെ ആധാരം ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? റേഷൻ കാർഡൊക്കെ ഒരാൾ പോയി അരി ഇട്ടാൻ വേണ്ടിയിട്ട് നല്ല ആരോഗ്യമുണ്ട്, തടിയുണ്ട്, വണ്ണുണ്ട്, ഒക്കെ ഉണ്ട്, MLA ആണ്, പക്ഷെ കാർഡാണ്ട് കാണിക്കാതെ സാധനം കിട്ടുമോ? ആധാരത്താണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഉസ്സിസത്തിസ് സമാവാതുസ് സബ്ഉ വൽ അർള് അലാ ഖുൽ ഹുവല്ലാഹു അഹദ്. ഈ ആകാശഭൂമികൾ ഏതൊരു അച്ചുതണ്ടിലാണോ അത് സാങ്കല്പികമാകട്ടെ എങ്കിലോ ഈ ആകാശഭൂമികളുടെ നിർമ്മാണത്തിന്റെ ബേസ്, അതിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ അസ്ഥിവാരം അത് തൗഹീദാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. പറഞ്ഞാൽ ഈ പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്നത് ദിമലാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഈ കണ്ട് കേറിയണ്ടല്ലോ, ഭയങ്കര റാഹത്താട്ടോ, ഭയങ്കര റാഹത്താണ്. അല്ലാഹ് പറഞ്ഞറിയിക്കുന്നില്ല, ഭയങ്കരാണ്. ഇതിലാണ്ട് കേറിയാല് നവമുക്കൂടി പോയാൽ കിട്ടില്ല, ഉള്ളിൽ കൊണ്ട് കയറണം, തരിപ്പ് കൊണ്ട് കയറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞൊരു വാക്ക് ഇതിലൂടെ ഞാൻ കൂട്ടിച്ചേർത്ത് പറയാം, എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. യാ അബ്ദി അൻത തുരീദു വ അന ഉരീദ്. ഹായ്, എന്താണ് ആ വാക്ക് എന്ന് പറയുന്നത്? അൻത തുരീദു വ അന ഉരീദ് ഫൈദാ സല്ലംത ലീ മാ ഉരീദ് കഫൈതുക മാ തുരീദ് വഇല്ലം തുസല്ലിം ലീ മാ ഉരീദ് അതഅബ്തുക മാ തുരീദ് ثم لا يكون الا ما اريد. മനസ്സിലായോ? മനസ്സിലായോ? ഞാൻ മലയാളത്തിൽ പറയാം. എന്റെ അടിമേ, അന്ത തുരീദ് വാന ഉരീദ്. ഇജ്ജും കുറെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. അല്ലാഹ് പറയാണ്, നീയും കുറെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. ഫൈദാ സല്ലംതലി മാ ഉരീദ്. ഞാൻ ഉദ്ദേശിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലിന് ഉദ്ദേശിച്ച കുറെ കാര്യങ്ങളുണ്ട്, ഇബാദത്ത് കാര്യങ്ങൾ കൂടി ഒന്നാക്കി പറയുകയാണെങ്കിൽ തഖ്വ. ഞാൻ എന്നിൽ നിന്ന് ഉദ്ദേശിച്ച ആ തഖ്വ അത് നീ എന്നെ ഏൽപ്പിച്ചാൽ, അത് കേടുപാടില്ലാതെ നിസ്കാരം, നോമ്പ് കാര്യങ്ങളൊക്കെ എന്നെ നീ ഏൽപ്പിച്ചാൽ കഫൈതുക മാ തുരീദ്, ഈ ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ ഞാൻ ലെവലാക്കി തരാം. എന്താണല്ലോ പറഞ്ഞത്? ഈ ഉദ്ദേശമൊക്കെ ഞാൻ ലെവലാക്കി തരാം.
ഞാൻ നിന്നിൽ നിന്ന് ഉദ്ദേശിച്ച ഒരു കാര്യം നീ എനിക്ക് കേടുപാടില്ലാതെ ഏൽപ്പിച്ചാൽ നീ ഉദ്ദേശിച്ച സ്ഥലത്തൊക്കെ ഞാൻ റെഡിയാക്കി തരാം. ഞാനക്ക് മതിയടോ. നമ്മൾ സാധാരണ പറയില്ലേ, ഞാനക്ക് മതിയടോ, ഞാനില്ലേ കാഫൈത്തുക, ഞാൻ എനിക്ക് മതിയടോ, അല്ല ഞാൻ എനിക്ക് മതിയടോ. പിന്നെ നോക്കട്ടോ, വൈലം തുസല്ലിം ലി മാ ഉരീദ്, ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ അത്അബ്തുക മാ തുരീദ്, ഈ ഉദ്ദേശിച്ച കാര്യത്തിൽ എന്നെ ഞാൻ തളർത്തിടുമെന്നല്ല. യാ അല്ലാഹ്, യാ അല്ലാഹ്, ദാ അല്ലാഹ് പറഞ്ഞു ഖുദ്സിയായ ഹദീസാണ്. വൈലം തുസല്ലിം ലി മാ ഉരീദ്, ഞാൻ ഇന്നിൽ നിന്ന് ഉദ്ദേശിച്ചത് നീ മട്ടത്തിൽ എന്നെ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ അത്അബ്തുക മാ തുരീദ്, ഇത് കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ഒക്കെ നമ്മൾ താബാനാക്കും. അത്അബ്തു എന്ന് പറഞ്ഞാൽ താബാന്ന് അതിന് വരുന്നതാണ്. സോറി, സർഫാട്ട ഗ്രാമർ എടുത്താണ്. അതിന് വഹദാ മുത്തക്കല്ലിം എന്ന് ഞങ്ങൾ ഗ്രാമറിൽ പറയും. അത്അബ്തു, ഞാൻ നിന്നെ ക്ഷീണിപ്പിക്കും, നിന്നെ താഴ്ബാനാക്കും. താഴ്ബാൻ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യത്തിലുള്ള എല്ലാ ആളുകൾക്കും മലയാളം പോലെ പറയാൻ പറ്റുന്നതാണ് താഴ്ബാൻ. ഞാൻ നിന്നെ താഴ്ബാനാക്കും. അത്അബ്തു, ഞാൻ താഴ്ബാനാക്കും നിന്നെ ഫീമാതുരി. അതിന്റെ കുറെ പ്ലാൻ ഉണ്ടല്ലോ, നമ്മൾ അതിലങ്ങ് താഴ്ബാനാക്കും. ഈ മര്യാദക്ക് നിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ഒരു മൂലക്കാക്കി തരും. ഇത് കേൾക്കണ്ടേ നമ്മള്? അള്ളാഹു പറഞ്ഞതാ. എന്നിട്ട് ലാസ്റ്റ് വർഷം പറയാ തുമ്മ പിന്നെ ലായക്കൂനു, നടക്കൂലടോ ഇല്ലാ മൗരീദ്, ഞാൻ ഉദ്ദേശിച്ചെല്ലാം നടക്കൂല, എന്റെ പ്ലാനൊക്കെ തെറ്റും, ഇജ്ജ് എന്നെ സംഗതി ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ. ഇത് കേൾക്കാനുള്ള ചെവി കൊണ്ടേ ഇങ്ങനെ തന്നെയല്ലേ ഇപ്പൊ നമ്മളെ കുറെ കാര്യങ്ങള്. അറബികൾ അറിയും കാറ്റാബാനാണ്, നമ്മളറിയും ഒന്നും നടക്കണില്ല. ഇതാണ് ഇതാണ് കാരണം. മശീഅത്തുക നാഫിദ, നിന്റെ പ്ലാന് മാത്രമേ നടക്കൂ യാ റബ്ബ്. അത് വെടിവെച്ചിട്ടും കാര്യമില്ല. അമേരിക്കന്റെ ഫ്ലൈറ്റിനെ വെടിവെച്ച് പൈലറ്റ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. കാരണം മശീഅത്തുഹു നാഫിദ, ഒരു മിസൈലിനും ഒന്നും ചെയ്യാൻ പറ്റൂല. അതൊക്കെ അള്ളാന്റെ പ്ലാനിൽ അള്ള ഉദ്ദേശിച്ചല്ലാതെ നടക്കില്ല. റബ്ബിനെ ഏൽപ്പിക്കുക, അതാണ് ഏറ്റവും. അള്ളാന്നുള്ളതിനേക്കാളും വലിയ മിസൈൽ ലോകത്തില്ല. റബ്ബിനെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ മതി. മറ്റുള്ളതിനൊന്നും ചെയ്യാൻ പറ്റൂല, നടക്കൂല എന്നൊന്നുമല്ല. പക്ഷെ അതൊക്കെ റബ്ബ് കരുതണം. ഇല്ല മാഷാ അല്ലാ, അള്ള ഉദ്ദേശിച്ചെല്ലാം നടക്കൂല, ഒന്നും നടക്കൂല. ചിന്തിക്കണേ, ചിന്തിക്കണേ, വളരെ ഗൗരവത്തിൽ ചിന്തിക്കണേ. ഇന്നത്തെ പ്രശ്നം എന്താ അറിയോ, നമ്മൾ സബബുകളിൽ കുടുങ്ങി എന്നുള്ള. ആശുപത്രി ഒരു സബബാണ്, ഡോക്ടർ സബബാണ്, ഒക്കെ നമ്മൾ അതിൽ മാത്രം കൂടി അതിന്റെ അപ്പുറത്തേക്ക് പോണില്ല എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നം. ഒരു നായന്റെ ഇമ ഇല്ല. കാരണം നമ്മളൊരു നായനെ കല്ലെടുത്തെറിഞ്ഞാൽ നായ കല്ലുമ്മക്ക് നോക്കൂല. ആരെ നോക്ക? ആരെ നോക്ക? എന്താ കാരണം? കല്ലല്ല അതിന് മേത്തിട്ട്. നായക്കാരെ വേദനിപ്പിച്ച കല്ലാണെങ്കിലും കൊടുത്തയച്ചത് വേറെ ആളാണ്. ഈ ഒരു ഇമ നമുക്കില്ല. നമ്മൾ കല്ലുമ്മ കൊടുക്കും. സംഗതി കല്ല് സബബാണ്, പക്ഷെ നായക്കാരെ മുസബിബാ കൊടുത്തയച്ച ആളാണ്. അങ്ങോട്ട് നോക്കാം, അങ്ങോട്ട് നോക്കി കുറക്കും. നമുക്കൊരു ആചാര്യ 1000 രൂപ 500 ആചാര്യമ കൊടുക്കും. ഈ ആചാര്യ മനസ്സിൽ തരാൻ മനസ്സോന്നിപ്പിച്ചാരാണ്? റബ്ബിനെ ഒഴിവാക്കി. ഞാൻ പൈസ എന്നുള്ള മൂല്യമാർക്ക് വേണ്ടി പറഞ്ഞ കേട്ടോ, അതല്ല ഉദാഹരണം, അതല്ല പറയണ്ടേ, വേറെ പലതുമാണ്. അള്ളാഹിലെത്തണം. മൂസാ നബി ഒരിക്കൽ തലവേദന കൊണ്ട് കലുഷ തലവേദന, അങ്ങനെ ഇടങ്ങറായി ഇങ്ങനെ. അപ്പൊ അള്ളാഹു ചോദിച്ചു എന്തിയതെന്ന് വെച്ചു, തലവേദന. ആ തൂരീസീന മലന്റെ അടിയിൽ ഒരു പുല്ലുണ്ട്, അത് കുറച്ച് ലെവലാക്കി തേച്ചാൽ മതി, അത് മാറിക്കോളും. ഓടി അള്ളാഹ് പറഞ്ഞ ആ ചെടി ഇട്ട് തലവേദന മാറി. പിന്നെ അതിനേക്കാൾ അപ്പുറമായിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോ തലവേദന. മൂസാ നബിന്റെ ആ പുല്ലിന്റെ അടുത്തേക്ക് ഒരു ഓട്ടോ ഓടിയിട്ട് തേച്ചപ്പോ കൂടി. അതന്നെയല്ലേ അത്? അപ്പൊ അതാണ്, അതന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടാ പോയത്. ഇപ്പൊ നിങ്ങൾ ആ പുല്ലിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ചോദിയല്ലേ, നടക്കൂല. തുമ്മലായക്കൊന്നും ഇല്ല മൗരി, ഞാൻ തീരുമാനിച്ചാലും പുല്ലിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മൂസ അലൈഹിസ്സലാം പുല്ലിന് ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല. ഞാൻ ചെയ്താലല്ലാതെ അതിൽ തഹ്‌ദീർ ഉണ്ടാക്കണേ നമ്മളാണ്. മൂസാ നബിനെ അള്ളാഹ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. മൂസാ നബി ഒരിക്കല്, അത് ഞാൻ ഇവിടെ ഏതോ ഒരു സമയത്ത്, വർഷങ്ങൾ എല്ലാവരും കേട്ടിട്ടില്ല, ഉച്ചക്ക് ഏതോ സമയത്തൊന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ ഒരുപാട് പഠിക്കാണ്ടായി. ഇതാണ് റമദാന്റെ ലക്ഷ്യം കേട്ടോ, കേട്ടോളൂ. ശുഐബ് അലൈഹി ഇസ്ലാം മൂസാ നബിന്റെ അമ്മോശനാണ്. അവിടെ ഒരുപാട് കാലം ആടുകളെ നോക്കി കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ആ ശുഐബ് അലൈഹിസ്സലാം കുറെ ആട്ടുംപറ്റങ്ങളായിട്ടൊക്കെ ഇങ്ങനെ നടന്ന് തളർന്ന് അവസാനം ഇനി നടക്കാൻ കഴിയാതായി. അപ്പൊ ഉത്തരവാദിത്വം ഈ ചെന്നായകളിൽ നിന്നൊക്കെ ആടുകളെ രക്ഷപ്പെടുത്തിയിട്ട് നേരെ വീട്ടിൽ കൊണ്ടുകൊടുക്കണല്ലോ, ഉത്തരവാദിത്തമല്ലോ. പക്ഷെ കഴിഞ്ഞില്ല, ക്ഷീണം ബാധിച്ചു. ആകെ ക്ഷീണം ബാധിച്ച അങ്ങനല്ലേ? അല്ല അങ്ങനല്ലേ? ഇന്നലെ ഞാന് സാധാരണ കുറച്ച് ഓതി രാവിലെ ഉറങ്ങിയ 9 മണിക്ക് 9:30 നിൽക്കണ ആളാ. നിൽക്കാൻ വയ്യെന്നല്ലേ? എനിക്ക് ഇന്നലെ ഉണ്ടായ അനുഭവം പറയാം. അങ്ങനെ 10 മണി വരെ കിടന്നു, ഇങ്ങോട്ട് പൊന്തണില്ല. അത് നോക്കുമ്പോ എന്താ വെച്ചാല് എന്റെ ഷുഗർ ഡൗൺ ആയിട്ട് 50 300 ഷുഗറുള്ള എനിക്ക് 50 ആകെ പ്രശ്നമായി. അപ്പൊ ഗുളിക തന്നാള് ഞാൻ പറഞ്ഞിട്ട് തന്നെ 2 ഗുളിക തന്നിക്കണം. ഇംഗ്ലീഷ് ഗുളികയല്ല, ഹോമിയാണ്. എന്നാലും 2 എണ്ണം കുടിച്ചപ്പോ പറ്റാണ് ചപ്പിയത്. ഇതെല്ലാം മനുഷ്യന്റെ അവസ്ഥ. നീക്ക് ഒതുടുക്കാൻ വയ്യാന്ന്, ഒതുടുക്കാൻ 20 പുത്തന്തിരൊക്കെ ഒരു 10-15 എണ്ണത്തിന്റെ. അപ്പൊ ഞാൻ പനെ വിളിച്ച് വേഗം വീട്ടിൽ കൊണ്ടുവന്നു. ഭാര്യ മധുരൊക്കെ കൂടി കലക്കി തൊള്ളയിൽ തട്ടിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞ ഈ ആദ്യം ഹദീസും ആയത്തൊക്കെ കുതിട്ട് വയല് തരുന്ന ആളല്ലേ നിങ്ങള്? ഇപ്പൊ നോമ്പ് മുറിക്കൽ കടമല്ല. അപ്പൊ ഡോക്ടറും പറഞ്ഞു ഇപ്പൊ നോമ്പ് മുറിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഭാര്യനോട് അറിഞ്ഞ് അങ്ങനെ മരിച്ചോട്ടെ നോമ്പുകാരനായിട്ട്. അങ്ങനെയും കുറെ ചരിത്രമുണ്ട്. നോമ്പുകാരനായിട്ട് മരിച്ചോട്ടെ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടുകളിലൊക്കെ ഓളോട് ഇങ്ങനെ ഒക്കെ പറഞ്ഞു. എന്നോടൊന്ന് പറയാം, അത് പറയണ്ടാറിന് എന്താ വെച്ചാല് അങ്ങനെ മരിക്കണ്ടെന്നുള്ള അർത്ഥത്തിലാട്ടോ, വേറൊന്നുമല്ല. ഞാൻ റബ്ബിനാണ്ട് ഏൽപ്പിച്ച് കുറച്ചു നേരം കിട്ടുന്നു. അതിനോട് ഞാൻ പറഞ്ഞ് അസർ വാങ്ങിക്കൊടുക്കുമ്പോ വിളിക്കണ്ട, ഒരു 4:30 വിളിച്ചാൽ മതി. അങ്ങനെ അസറൊക്കെ നിസ്കരിച്ച് പിന്നെ കുറച്ച് നോമ്പ് തുറക്കുമ്പോൾ നല്ല മധുരമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. എനിക്കാണെങ്കിൽ നല്ല രസമാണ് അതൊക്കെ. അടിച്ച് മാറി അപ്പൊ ശരിയായി ചെയ്ത്. മനുഷ്യന് ക്ഷീണം വന്നതല്ലേ, ആർക്കും അറിയണം. ഇതെല്ലാരും കൂടി ഇന്നോട്ട് ഇങ്ങൊക്കെ ഒന്നും വരവില്ലേ? പിന്നെന്താ എല്ലാരും കൂടി ഇതൊരു അത്ഭുത ജന്തുവിന്റെ കാര്യം ഇങ്ങനെ നിങ്ങൾക്കും പേരണല്ലോ. ഇപ്പൊ അതൊക്കെ മനുഷ്യൻ പഞ്ചസാര കുറഞ്ഞാൽ കഴിഞ്ഞ് കൂടിയാലും മനുഷ്യൻ കുറഞ്ഞാലും പ്രശ്നം, കൂടിയാലും എന്താ ചെയ്യും? നമ്മളിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ. നിങ്ങൾ കരുതി നമ്മളെ കാലാ നിർത്തുന്നെന്ന്? എന്നാ അബദ്ധാണ്. ഇവിടെ ഒരു സാധനം ഉണ്ട്, ഇതാണ് നമ്മളെ നിർത്തുന്നത്, കാലല്ല. ഇവിടെ ബാലൻസ് പോയാൽ വീഴും. ഈ വീണ ആൾക്കാരൊക്കെ കാലില്ലാത്തവരാ, വീഴുന്ന ആളുകളൊക്കെ കാലില്ലാത്തവരാ. കാലിന്റെ ബാലൻസ് ഇവിടെ ഉള്ളത് എന്താ കരുതി? കാലോണ്ട് കാലിനനുസരിച്ചുകൊണ്ട് സ്പീഡ് കൂട്ടുകയാണെങ്കിൽ ചേർത്ത നല്ല സ്പീഡിൽ ഓടണ്ടേ. പാമ്പിന് കാലില്ല, എന്ത് സ്പീഡിലാണ് ഓടുന്നത്? അല്ല നമുക്ക് കാണിച്ചു തരാം. ഈ സാധനങ്ങളൊന്നല്ല സംഗതി നടത്തുന്നത് നമ്മളാണ്. അതിനാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്. കാലുകൊണ്ട് സ്പീഡിൽ ഓടുകയാണെങ്കിൽ ചേർത്ത നല്ല ഓടണ്ടേ. കാലില്ലാത്തോണ്ട് ഓടാൻ കഴിയില്ലെങ്കിൽ പാമ്പ് അവിടെ നിൽക്കണ്ടേ? അത്ഭുതല്ലേ? അള്ളാനെ ഏതിനും മനസ്സിലാവൂലേ? അല്ലാഹു അല്ലാഹു. ഈ ആയത്തിൽ കുറിച്ച് ചുരുങ്ങി ഇപ്പൊ ആട്ടെങ്കിലും ഒന്ന് പഠിച്ചു. അല്ലാഹു 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 അല്ലാഹു. അള്ളാനെ അനുഭവിച്ച കാര്യങ്ങൾക്ക് എളുപ്പമായി. തറക്ക തളർന്ന് നോമ്പുറക്കണവരെ മിണ്ടാൻ കഴിയാത്ത ഞാൻ നല്ലവിടെ തറാവിക്ക് മാമത്തുന്നില്ലേ? ഇതിൽ പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരക്കൊക്കെ ഇന്നൊന്നും ചെയ്യാൻ പറ്റൂല. ഞാൻ റബ്ബിനെ ഏൽപ്പിച്ചിട്ടാ കിടന്നത്. ഇതിമ വരണൊക്കെ മരിച്ച സ്വയമായിട്ട് മരിക്കാം. അല്ല അങ്ങോട്ട് മാരിമിനായിട്ട് എനിക്ക് തന്ന ആരോഗ്യം ഞങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ആയിരിക്കും നമ്മളും അങ്ങനെ വീണാ മതി. എനിക്ക് തറാവ് സ്കെച്ചിട്ട് പുതിയ 20 കൂടി സ്കരിക്കാൻ തോന്നുന്നു, അത്ര ആരോഗ്യം. കാരണം എന്താ? ഏൽപ്പിച്ചത് അള്ളാനെയാണ്, വേറെ അറിയില്ല. ദിമ വരണേ വരും. ചിന്തിക്കണം. അല്ലാഹു അപ്പൊ മൂസാ നബി എവിടെ എത്തി? ഞാൻ പറഞ്ഞിട്ട് എവിടെ എത്തി? അതാ എനിക്ക് ഓർമ്മ ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് ഞാൻ പരിശോധിക്കണം. ആടുകളായിട്ട് ഇങ്ങനെ പോവാ. അപ്പൊ ഇനി ഒരു അടി നടക്കാൻ നേരം വയ്ക്കോ? ഒരടി നടക്കാൻ കഴിയാതെ ക്ഷീണിച്ചിട്ടോ. അപ്പൊ മൂസാ നബി കല്ലും വേണ്ടി പഠിച്ചാനെ ഇവിടൊക്കെ ചെന്നായ്ക്കളുണ്ടെന്ന് എനിക്കറിയാം. ഒരടി എനിക്ക് കിടക്കാൻ വയ്യ, ഞാൻ ഏൽപ്പിച്ചു. ഇനി എനിക്ക് പറ്റൂല, എനിക്ക് പറ്റുകയും നടക്കും, അതെനിക്കും അറിയാം. എന്താണ് ആ ഡയലോഗ്? അതിനെനിക്കും അറിയാം. പക്ഷെ ചെന്നായ്ക്കൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് എനിക്കറിയാം. നീ തടഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ ആടുകളെ നിന്നേൽപ്പിച്ചു. ഉറങ്ങി 2-3 മണിക്കൂർ എനിക്ക് നോക്കുമ്പോ ആടുകളെ മൊത്തം നോക്കണേ ചെന്നായ്ക്കള്. ആടുകളെ ഉപദ്രവിക്കാൻ ഏതെങ്കിലും ജീവി വരികയാണെങ്കിൽ അവിടെ പോയി ആട്ടണേ ചെന്നായ. അപ്പൊ ഇങ്ങനെ മൂസാ നബി കൊളർത്തിട്ടില്ല. ആ ഏരിയക്ക് ചെന്നായ്ക്കൾ വരൂലെന്നാ മൂസാ നബി കരുതിയത്. ഇത് വന്നിട്ട് ആടുകളെ നോക്കണ ആടിന്റെ ശത്രുവായ ചെന്നായ. അത്ഭുത പരിഭ്രാന്തനായി മൂസാ നബി പഠിച്ചോനെ എന്താന്ന് ചോദിച്ചു. അപ്പൊ അള്ളാഹ് പറഞ്ഞ മറുപടി ഉണ്ട്. യാ മൂസ
കുൻ കമാ ഉരീദ് അകുൻ കമാ തുരീദ്. നിങ്ങൾ നമ്മള് പറഞ്ഞോടുത്തുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോടുത്ത് നമ്മളുണ്ട്. നിങ്ങൾ നമ്മൾ പറഞ്ഞോടുത്ത് നിന്നാൽ നിങ്ങൾ പറഞ്ഞോടുത്ത് ഞാനുണ്ടാവും. ഇതിനാണ് തഖ്വ എന്ന് പറയാ. നോമ്പ് പട്ടിണിക്കല്ല, ഇവിടെ മനസ്സെത്താവനാണ്, വേറെ എവിടെയല്ല. അല്ലാഹു ലാ ഇലാഹ. ഇനി നമ്മളെ സുബഹിത്തെ ക്ലാസ് ഒക്കെ ഒരു പൂന്തോപ്പിന്റെ വികാരായിരിക്കണം. കാരണം അത് അള്ളാഹിനെ കുറിച്ച് പറയുന്ന ചർച്ചയാണ്, ആയത്തിൽ കുറിച്ചാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹ് എന്നുള്ളത് പറയാൻ തന്നെ കുറെ ദിവസം കാണാം. കാരണം അതിലെല്ലാ ഇസ്മുണ്ട്, അതിൽ എല്ലാ ഇസ്മുണ്ട് അല്ലാഹ്. അതുകൊണ്ടാണല്ലോ ലാ തഖൂമുസ്സഅ ഹത്താ ലാ യുഖാല ഫിൽ അർളി അല്ലാഹ് അല്ലാഹ്. എന്താ അതിന്റെ വെയിറ്റ് നോക്കാൻ നിങ്ങൾ? അള്ളാന്ന് വിശ്വസിച്ച് പറയുന്ന ഒരാള് ഭൂമിയിലുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ നടക്കൂല എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഇസ്മിന്റെ ഒരു നിലവാരം മാർക്കറ്റ് നോക്കി നിങ്ങൾ. ഒന്നും കൂടി പറയാം, അള്ളാന്ന് പറയാ മാത്രല്ല, അള്ളാന്ന് വിശ്വസിച്ച് പറയുന്ന ഒരാള്, രണ്ടാള് വേണ്ട, ഒരാള് ഈ ഭൂമിയിലുണ്ടെങ്കിൽ ഇതാ സുൽസിലത്തില്ലാമ്പോ സിൽസാല സംഭവിക്കൂല. അപ്പൊ നമുക്ക് എങ്ങനെ തോന്നും? അപ്പൊ ഖിയാമത്ത് ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാവില്ല. കാരണം അള്ളാന്ന് വിശ്വസിച്ച് പറയുന്ന കോടികൾ ഉണ്ടല്ലോ. അതിന് അള്ളാന്റെ ഹബീബ് വേറെ ഹദീസ് പറഞ്ഞിട്ടുണ്ട്, ഇതാ സുൽസിലത്തില്ലാമ്പോ സിൽസാല നടക്കേണ്ട സമയത്ത് അള്ള ഒരു പണി ചെയ്യും, ഒരു പ്രത്യേക കാറ്റ് പുറപ്പെടുവിക്കും. അപ്പൊ അള്ളാഹ് എന്നുള്ളത് മനസ്സിലാക്കി പറയുന്ന ആളുകൾ എവിടൊക്കെയാണുള്ളത്? അവിടെ ഹദീസിലുള്ളത്, മലമുകളിലുള്ള പൊത്തിന്റെ ഉള്ളിൽ അവൻ പോയി പാർത്താലും ഈ കാറ്റ് തട്ടിയിട്ട് അവിടെ വെച്ചവൻ മരിക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്നിട്ടാണ് ഇതാ സുൽസിലത്തില്ലാമ്പോ സിൽസാല നടക്കൽ. കാരണം അള്ളാഹ് എന്ന് പറയുന്ന ഒരാൾ ഭൂമിന്റെ മുകളിലുണ്ടെങ്കിൽ ഭൂമി എല്ലാം കൂടി കുലുങ്ങണ രൂപത്തിലുള്ള കുലുക്കം നടക്കൂല. അപ്പൊ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മളെ കൽബ് കയറേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. ഒന്ന് കൂടെ ഈ കുട്ടി വേണമെങ്കിൽ ആയത്തിൽ കുറിച്ചൊന്ന് ഫുള്ളായിട്ട് ഓതി തരും കേട്ടോ. നിങ്ങൾക്ക് നേരം വയ്യോ? അല്ലെങ്കിൽ നാളെ ഓതിയിട്ട് നമുക്ക് ആക്കാം. നാളെ ഓതിക്കോളും, ലാസ്റ്റ് ഓതണ്ട, ആദ്യം ഓതിക്കോളും. ഇത് നിങ്ങളെ മനസ്സിൽ, എന്റെ മനസ്സിലും കുത്തിവെക്കണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഹയ്യുൽ ഖയ്യൂം ഒക്കെ നമുക്ക് പറയാണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين حمدا طيبا مباركا فيه جزيلا جميلا دائما بدوام ملك الله. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. أرحم الراحمين يا الله പറഞ്ഞും കേട്ടും കബൂലാക്കണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നെ അറിയാനുള്ള മാരിഫത്തിന്റെ വാതിൽ തുറന്നു തരണേ അല്ലാഹ്. നിന്നോടുള്ള പേടിയും സ്നേഹവും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗത്തിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാഹ്. നരകം ഞങ്ങളെ തൊട്ട് അടക്കണേ അല്ലാഹ്. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. പടച്ചവനെ, അത്താഴത്തിന് നീച്ച് നോക്കിയാലും മുന്നിലുള്ള പഴം കാണുന്നതിന് മുമ്പ് മിസൈൽ നോക്കി ഞങ്ങൾക്ക് വീഡിയോ അയച്ചുകൊണ്ട് കരയുന്ന പ്രവാസികളുണ്ട്. നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, സ്ഫോടനങ്ങളിൽ നിന്ന് അവരെയും എല്ലാ പാവങ്ങളെയും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ജൂത പരിശുകളെ നീ നിലക്ക് നിർത്തണേ അല്ലാഹ്. അതിൻ്റെ ഒക്കെ പിറകിൽ ചക്രം തിരിക്കുന്ന ആളുകളുണ്ടല്ലോ, നിനക്കറിയാം. അവരെന്നെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ പാവങ്ങളായ നിരപരാധികളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു മൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار أمته ومن محبيه واغفر لنا يا غفار وانصرنا يا نصير واغفر لوالدينا ولمشايخنا ولمن دفنوا حوالينا وفي هذه البلدة ولجميع المؤمنين والمؤمنات آمين برحمتك يا أرحم الراحمين.